അത് പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടാണ്. പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടാണ്. ശബരിമലയുമായിട്ട് അത്രത്തോളം വലിയ ആത്മബന്ധം ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ്. അത് പത്തനംതിട്ടക്കാരുടെ എല്ലാം മനസ്സിലെ ഏറ്റവും വലിയ വിശ്വാസം വികാരവുമാണ്. ജാതി മത ചിന്തകൾക്ക് അപ്പുറമാണ്. വിശ്വാസവും ഒരു വികാരവുമാണ് ശബരിമല. കാരണം ഇപ്പൊ തീർത്ഥാടന നാളുകൾ അടുത്തോണ്ട് ആയി തുടങ്ങി. ആളുകളുടെ എല്ലാം ഇനി ചിന്ത വിശ്വാസവും എല്ലാം ഇനി അങ്ങോട്ടാ. മറ്റെങ്ങും കാണാത്ത ഭജനയും സംസ്കാരവും അമ്പലങ്ങളിലും പിന്നെ അത് നമുക്ക് വല്ലാത്ത. അപ്പം അതൊരു പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഇപ്പം അതോർക്കും ഇനി കിട്ടിയാലോ ഇനി കിട്ടിയാലോ എന്ന് ചോദിച്ചാൽ അതിനിടയിൽ ഇപ്പോഴും വിവാദങ്ങളാണ് മൊത്തം. ഒരു പക്ഷെ അന്ന് പോയില്ലായിരുന്നു, അതിൽ അന്ന് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ വിവാദങ്ങളിൽ പങ്കാളിയായ വിവാദത്തിൽ വരുവായിരുന്നെങ്കിലും അടുത്ത ഇതൊന്നും ചെമ്പാക്കി മാറ്റാനൊന്നും ഞാൻ ആർക്കും കൂട്ടൊന്നും നിൽക്കത്തില്ലായിരുന്നു. അത് വേറെ കാര്യം. ഭഗവാന്റെ സ്വത്തൊന്നും അടിച്ചെടുത്തോണ്ട് പോകാനൊന്നും ആർക്കും ഞാൻ കൂട്ടുന്നില്ല. ഒരിക്കലും ഇല്ല. അത് ചെമ്പാക്കി മാറ്റാനൊന്നും എഴുതത്തുമില്ല, അതൊന്നും ചെയ്യത്തുമില്ല. ഇനി എന്താ പറയാനുള്ളത്? നഗരസഭയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഈ ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ? ഉദ്യോഗസ്ഥർ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 6-6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളാണ്. എൻ്റെ വണ്ടി 6:30 ആകുമ്പോൾ വരും. അന്നേരം ഇറങ്ങിയാൽ ഞാൻ കയറുന്നത് 11-11:30. അപ്പം ഞാൻ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള എൻ്റെ ജീവനക്കാർക്ക് സിനിമയ്ക്കും പോകുമായിരുന്നു. ഇല്ല സിനിമ കാണാനും പോയിട്ടേ ഇല്ല. ശരിക്കും എനിക്ക് നേരം കിട്ടിയിട്ടില്ല. എങ്ങനെ സിനിമ വലിയ താല്പര്യമുള്ള ആളായിരുന്നല്ലോ. എനിക്ക് അങ്ങനത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത് BA പഠിക്കുമ്പോഴാണ്. ആദ്യമായിട്ടൊരു തിയേറ്ററിൽ പോയിരുന്ന സിനിമയാണ്. കുട്ടിക്കാലത്ത് അമ്മൂമ്മയോട് താമസിക്കുന്ന കാലഘട്ടത്തിൽ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ സിനിമ കാണാൻ പോകും. അങ്ങനെ വീട്ടിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതങ്ങനെ വന്നുപോയി. ഓരോരുത്തരുടെ താല്പര്യമായിരുന്നു. എൻ്റെ താല്പര്യമായിരുന്നില്ല, അവൻ്റെ താല്പര്യമായിരുന്നു. എൻ്റെ താല്പര്യമായിരുന്നില്ല, അവനത് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ മേഖലയിൽ പോയി പിന്നെ അസോസിയേറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതേ ഉള്ളൂ. അതെൻ്റെ താല്പര്യമേ ആയിരുന്നില്ല. പക്ഷെ അന്ന് സാംസ്കാരികപരമായി വലിയ സഹായം ചെയ്തു നഗരസഭയിൽ. സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഓണാഘോഷം നടത്തുമായിരുന്നു. എല്ലാവരും കൂടെ ഞങ്ങളെല്ലാം ഈ 100 പേര് ഒരുമിച്ചാണ് ഓണാഘോഷമോടെ നടത്തിയിരുന്നത്. വലിയ ഗംഭീരമായിട്ട് നടത്തുമായിരുന്നു. അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനകത്ത് പിന്നെ എൻ്റെ മനസ്സിൽ ഇന്ന് ഈ സംതൃപ്തിയോടുകൂടി ഓർക്കുന്നത് പൂജപ്പുര ക്ഷേത്രം, സരസ്വതി മണ്ഡപം. അതന്നൊരു പിന്നെ ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ, കുടുംബത്തിൻ്റെ പറഞ്ഞാൽ അവിടെ പൂജ നടത്തിക്കൊണ്ടൊരു കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അത് അവിടെ നിത്യനിദായന പൂജകൾ പോലും നടത്താനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാതെ അതിനകത്ത് വരുന്ന ഈ കാണിക്ക വരുന്നതൊക്കെ ഇവരെടുത്തുകൊണ്ട് പോവുകയും അതങ്ങനെ ഒരു അധപതിച്ച അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് മഹേശ്വരൻ നായർ, അന്ന് മഹേശ്വരൻ നായർ UDFൻ്റെ കൗൺസിലറാണ്. മഹേശ്വരൻ നായർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അമ്പലം ഭയങ്കര ശോച്യ അവസ്ഥയിലാണ്, നമ്മുടെ സ്ഥലമാണ്, നഗരസഭയുടെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ അമ്പലം അങ്ങ് ഏറ്റെടുക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മുനിസിപ്പൽ ആക്ട് എടുത്ത് നോക്കട്ടെ, എന്തോ പ്രൊവിഷൻ നോക്കണമല്ലോ, നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അന്ന് തന്നെ വന്നിരുന്ന് മുനിസിപ്പൽ ആക്ട് മുഴുവൻ പഠിച്ചു. അപ്പോൾ ഞാൻ മഹേശ്വരൻ നായരെ നമുക്കിത് ഏറ്റെടുക്കാം, നഗരസഭയുടെ സ്ഥലത്തിരിക്കുന്ന ഒരു സംഭവം ഏറ്റെടുത്ത് ജനകീയ സമിതിക്ക് കൈമാറാം. ഞങ്ങളതുകൊണ്ട് കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച് ഒരു 51 പേരടങ്ങുന്ന ജനകീയ സമിതിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. പരാതിയായിട്ട് പരാതിയല്ല, അതെ, 51 പേരുടെ ഒരു സമിതിയും കൂടെ കൊണ്ടുവന്നാൽ ആ സമിതിയുടെ പേരും കൂടെ കൗൺസിലിൽ വെച്ച് ഇതങ്ങ് പാസ്സാക്കിയിട്ട് നമുക്ക് പോയി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൗൺസിലിൽ വെച്ച് പാസ്സാക്കി 51 പേരടങ്ങുന്ന ഒരു ജനകീയ സമിതി രൂപീകരിച്ചു. അമ്പലം ഏറ്റെടുത്തു. വളരെ ബലമായി പോലീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ പിടിച്ചെടുത്തു എന്ന്. ഇന്നിപ്പോൾ നഗരസഭയുടെ പക്കലാണ്. ഇന്നിപ്പോൾ നഗരസഭയുടെ ഉടമസ്ഥതയിലും ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലുമാണ്. ഇന്നിപ്പം അവിടെ ദക്ഷിണ മൂകാംബിക എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു ഇതായിട്ട് ആ പ്രദേശം മാറി. ഇപ്പോഴാണത് പൂജപ്പുരയായത്. പണ്ട് പൂജപ്പുര എന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് പൂജപ്പുരയായി മാറി. പിന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും കടകളുണ്ടാക്കി. പിന്നെ അവിടെ വലിയൊരു ഹാള്, എന്തോ അതിന് പറയുന്നത്, ഓഡിറ്റോറിയം, അതും ആ കാലത്തുണ്ടാക്കിയതാണ്. അത് മുഴുവൻ ഇപ്പോൾ അവിടെ മുഴുവൻ വ്യാപാര സമുച്ചയങ്ങളാണ് ഇതിൻ്റെ അടിയിൽ മുഴുവനും. ആ വാസ്തവത്തിൽ അന്ന് എന്താ, നഗരസഭയ്ക്ക് വളരെ തുച്ഛമായ 10-20 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി നമുക്ക് 2 കോടി രൂപ വരുമാനം വന്നത്. ഇതിൻ്റെ ഡെപ്പോസിറ്റും മന്ത്ലി റെൻറ്റും ഒക്കെ കൂടെ. അത് ഞാൻ പറഞ്ഞാൽ ഒരുപാട് അസറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്. അത് ആ കാലഘട്ടത്തിലായിരുന്നു അതൊക്കെ ചെയ്തത്. അത് നമുക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്ന് വലിയൊരു, ഇപ്പം നല്ല വരുമാനമുള്ളൊരു ക്ഷേത്രമായി മാറി.
ഇപ്പം അവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ സമൂഹ വിവാഹം, നിർദ്ധനരായ കുട്ടികൾക്കുള്ള ധനസഹായം, രോഗികൾക്ക് ധനസഹായം, ക്യാൻസർ രോഗികൾക്ക്, ഇതെല്ലാം അമ്പലം ചെയ്യുന്നു. ആറ്റാൽ അമ്പലത്തെ പോലെ ഇപ്പോഴും ഈ എന്തുമാത്രം എത്ര 1500ഓളം കുട്ടികളെയാണ് എഴുത്തിനിരുത്തുന്നത്. ഒരു പ്രധാന എഴുത്തിരുത്തൽ കേന്ദ്രമായി മാറി. അതേ പറഞ്ഞാൽ ദക്ഷിണ മൂകാംബികയായി ആ ക്ഷേത്രം മാറി. അതെനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സംഗതിയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചത് ഒരു മേയറുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് മാത്രമല്ലായിരുന്നു. മേയറുടെ ജീവിതത്തിലെ ജീവിതയാത്രയായിരുന്നു, അനുഭവങ്ങളായിരുന്നു, ഇവിടെ എത്തിയ കഥകളായിരുന്നു. എല്ലാം കേരള വിഷൻ ന്യൂസിനോട് സഹകരിച്ചതിന് നന്ദി.